വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 3-ാം അധ്യായം. ഇന്ന് 3-ാം ദിനം. സ്നാപകന്റെ പ്രഘോഷണം. വായിക്കുന്നത് 8-ാം ക്ലാസ്സിൽ നിന്നും മെൽവിൻ ജോസ്. തിബേരിയോസ് സീസറിന്റെ 15-ാം ഭരണവർഷം പൊന്തിയോസ് പീലാത്തോസ് യൂദയായുടെ ദേശാധിപതിയും ഹെറോദോസ് ഗലീലയുടെയും അവന്റെ സഹോദരൻ പീലിപ്പോസ് ഇത്തൂറിയ ത്രാക്കോണിത്തീസ് പ്രദേശങ്ങളുടെയും ലിസാനിയോസ് അബിലേനിയുടെയും ഭരണാധിപന്മാരും അന്നാസും കയ്യഫാസും പ്രധാന പുരോഹിതന്മാരുമായിരിക്കെ സക്കേറിയായുടെ പുത്രനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അവൻ പാപമോചനത്തിനുള്ള മാനസാന്തരത്തിന്റെ ജ്ഞാനസാനം പ്രസംഗിച്ചുകൊണ്ട് ജോർദാന്റെ സമീപ പ്രദേശങ്ങളിലേക്ക് വന്നു. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം, കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ. താഴ്വരകൾ നികത്തപ്പെടും, കുന്നുമലയും നിരത്തപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, പരുപരുത്തവ മൃദുവാക്കപ്പെടും. സകല മനുഷ്യരും ദൈവത്തിന്റെ രക്ഷ കാണുകയും ചെയ്യും. ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ തന്റെ അടുത്തേക്ക് വന്നിരുന്ന ജനങ്ങളോട് അവൻ ചോദിച്ചു, അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതാരാണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. ഞങ്ങൾക്ക് പിതാവായ അബ്രഹാം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട. കാരണം ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാത്തിന്റെ സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെക്കപ്പെട്ടു കഴിഞ്ഞു. നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങൾ വെട്ടി തീയിലെറിയപ്പെടും. ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവൻ പറഞ്ഞു, രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ. ചുങ്കക്കാരനും സ്നാനം സ്വീകരിക്കാൻ വന്നു. അവൻ അവരോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വ്യാജമായ കുറ്റാരോപണവും അരുത്, വേതനം കൊണ്ട് തൃപ്തിപ്പെടണം. പ്രതീക്ഷയോടെ ഇരുന്ന ജനമെല്ലാം ഇവൻ തന്നെയോ ക്രിസ്തുവെന്ന് യോഹന്നാനെ പറ്റി ചിന്തിച്ചു തുടങ്ങി. യോഹന്നാൻ അവരോട് പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളം വെടുപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കുകയും പതിര് കെടാത്ത തീയിൽ ദഹിപ്പിക്കുകയും ചെയ്യും. ഇതുപോലെ മറ്റു പല ഉത്ബോധനങ്ങളിലൂടെയും അവൻ ജനതയ്ക്ക് സത്വാർത്ത അറിയിച്ചു. യോഹന്നാൻ കാരാഗ്രഹത്തിൽ. യോഹന്നാൻ ഹെറോദോസ് രാജാവിനെ അവന്റെ സഹോദര ഭാര്യയായ ഹെറോദിയ നിമിത്തവും അവൻ ചെയ്തിരുന്ന മറ്റെല്ലാ ദുഷ്ടാകൃത്യങ്ങളുടെ പേരിലും കഠിനമായി കുറ്റപ്പെടുത്തിയിരുന്നു. തൽഫലമായി ഹെറോദോസ് യോഹന്നാനെ കാരാഗ്രഹത്തിലടച്ചു. അങ്ങനെ തന്റെ തിന്മകളുടെ എണ്ണം ഒന്നുകൂടി വർദ്ധിച്ചു. യേശുവിന്റെ ജ്ഞാനസ്നാനം. ജനം സ്നാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശുവിന്റെ വംശാവലി. പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ യേശുവിന് ഏകദേശം 30 വയസ്സ് പ്രായമായിരുന്നു. അവൻ ജോസഫിന്റെ മകനാണെന്ന് കരുതപ്പെട്ടിരുന്നു. ജോസഫ് ഹേലിയുടെ പുത്രനായിരുന്നു. ഹേലി മത്താത്തിന്റെയും, മത്താത്ത് ലേവിയുടെയും, ലേവി മെൽക്കിയുടെയും, മെൽക്കി യാനിയുടെയും, യാനി ജോസഫിന്റെയും പുത്രൻ. ജോസഫ് മത്താത്തിന്റെയും, മത്താത്തിയ ആമോസിന്റെയും, ആമോസ് നാവൂമിന്റെയും, നാവൂം ഹേസിലിയുടെയും, ഹേസിലി നഗായിയുടെയും പുത്രൻ. നഗായി മാത്തിന്റെയും, മാത്ത് മത്താത്തിയുടെയും, മത്താത്തിയ സെമീന്റെയും, സെമീൻ യോസാക്കിന്റെയും, യോസാക്ക് യോദയായുടെയും പുത്രൻ. യോദ യോഹന്നാന്റെയും, യോഹന്നാൻ റേസായുടെയും, റേസ സെറോബേലിന്റെയും, സെറോബേബേൽ സലാത്തിലിന്റെയും, നേരിയയുടെയും പുത്രൻ. നേരി മെൽക്കിയുടെയും, മെൽക്കി അദ്ദിയുടെയും, അദ്ദി കോസാമിന്റെയും, കോസാം എൽമാദാമിന്റെയും, എൽമാദാം ഏറിന്റെയും പുത്രൻ. ജോഷ്വ ഏലിയാസറിന്റെയും, ഏലിയാസർ യോറീമിന്റെയും, യോറീം
മത്താത്ത് ലേവിയുടെയും പുത്രൻ. ലേവി ഷിമയോന്റെയും, ഷിമയോൻ യൂദായുടെയും, യൂദ ജോസഫിന്റെയും, ജോസഫ് യോനാമിന്റെയും, യോനാം ഏലിയാക്കിമിന്റെയും പുത്രൻ. ഏലിയാക്കിം മേലിയായുടെയും, മേലിയ മന്നായുടെയും, മന്ന മത്താത്തയുടെയും, മത്താത്ത നാഥാന്റെയും, നാഥാൻ ദാവീദിന്റെയും പുത്രൻ. ദാവീദ് ജെസയുടെയും, ജെസ ഒബാദിന്റെയും, ഒബാദ് ബാവൂസിന്റെയും, ബാവൂസ് സാലയുടെയും, സാല നഹശേന്റെയും പുത്രൻ. നഹശോൻ അമിനാദാബിന്റെയും, അമിനാദാബ് അദ്മിന്റെയും, അദ്മിൻ ആർണിയുടെയും, ആർണി ഹേസറിന്റെയും, ഹേസറോൻ പേരേസിന്റെയും, പേരേസ് യൂദായുടെയും പുത്രൻ. യൂദ യാക്കോബിന്റെയും, യാക്കോബ് ഇസഹാക്കിന്റെയും, ഇസഹാക്ക് അബ്രാഹത്തിന്റെയും, അബ്രഹാം തേരയായുടെയും, തേര നഹാറിന്റെയും പുത്രൻ. നാഹോർ സേറൂഹിന്റെയും, സേറൂഹ് റവൂവിന്റെയും, റവു പേലാഗിന്റെയും, പേലാഗ് ഏബറിന്റെയും, ഏബർ ഷേലായുടെയും പുത്രൻ. ഷേല കൈനാന്റെയും, കൈനാൻ അർഫസാദിന്റെയും, അർഫസാദ് ഷേമയന്റെയും, ഷേം നോഹയുടെയും, നോഹ ലാമോക്കിന്റെയും പുത്രൻ. ലാമോക്ക് മെത്തുസേലിന്റെയും, മെത്തുസേല ഹേനോക്കിന്റെയും, ഹേനോക്ക് ആരാദിന്റെയും, യാരേദ് മഹലാലിന്റെയും, മഹലാൽ കൈനാന്റെയും പുത്രൻ. കൈനാൻ ഏനോസിന്റെയും, ഏനോസ് സേത്തിന്റെയും, സേത്ത് ആദാമിന്റെയും പുത്രനായിരുന്നു. ആദം ദൈവത്തിൻ്റെതായിരുന്നു.